അജു പുറത്ത് വന്നിരുന്നു. കുറച്ചപ്പുറത്തായി ഷാനയും വന്നിരുന്നു. അങ്ങുതാ അവിടെ പോയിരുന്നു. അജു ആണ്. അവിടെ ആരാ എന്ന പോലെ ഷാനു അജുവിനെ ഒന്ന് നോക്കി. ഇത്രയും സീറ്റ് ഒഴിവാക്കി അവിടെ പോയി ഇരിക്കുന്നതിലും നല്ലത് അതാ. അവൾക്ക് ചിരി വന്നു. അജു ദേഷ്യം കൊണ്ട് എണീറ്റ് റൂമിനകത്തേക്ക് നടന്നു. മതി, ഞാൻ പോവാ, വരുന്നെങ്കിൽ വാ. ആ പോട്ടേടാ, മുബിയാണ്. എന്തോ അവൻ അടുത്തു നിന്ന് പോകുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു സങ്കടം. ഞാൻ വരാം. ഓക്കെ തസ്നി, പോവാ. ഷാന എവിടെ? ആ അവളെവിടെയുണ്ട്. ഓക്കെ അപ്പോൾ. ആ അംജുവും മുബിയും ഇറങ്ങുന്നത് കണ്ട് ഷാന എണീറ്റ് വന്നു. ഇപ്പോഴെങ്കിലും എണീറ്റല്ലോ. ഞാൻ കരുതി അവിടെ ആണിയടിച്ച് തറപ്പിച്ച് വെച്ചേക്കുവാണെന്ന്. മതിയടാ, എവിടെ പോയാലും വഴക്ക്. നിന്റെ പ്രതികാരമൊക്കെ തീർന്നോ? കിട്ടിയടിയുടെ ചൂട് മാറിയിട്ടില്ലായിരുന്നല്ലോ. ആ അതൊക്കെ മാറി. ഷാന, ഞങ്ങൾ പോവാ. ക്ലാസ്സിന് നീ വരുന്നില്ലേ? ഇന്നിനി അവിടെ പോയിട്ട് കാര്യമില്ല. ഇപ്പോൾ തന്നെ വൈകി. വരുന്നവർ വരട്ടെ. നീ വന്ന്. എന്തോ അജുവിൻ്റെ സംസാരം ഷാനയെ സങ്കടപ്പെടുത്തുന്നത് പോലെ. നിങ്ങൾ പൊക്കോ, ഞാൻ വരുന്നില്ല. ഓക്കേടാ, കാണാം. ഇനി നിന്ന ഇവൻ എന്നെ പഞ്ഞിക്കിടും. അവൾ മുഖത്തൊന്ന് ചിരി വരുത്തി. ശരി. അജുവും മുബിയും അവിടെ നിന്നിറങ്ങി. എന്തോ മനസ്സിനൊരു വല്ലായിക. അവൻ ദേഷ്യം കാട്ടുമ്പോൾ എവിടെയൊക്കെയോ കൊള്ളുന്നത് പോലെ. ഷാന റൂമിലോട്ട് കയറി. കുറച്ച് കഴിഞ്ഞ് ഡോക്ടർ വന്ന് നോക്കി ഡിസ്ചാർജ് എഴുതി. അതിനിടയിൽ തസ്നിയുടെ ഉമ്മ വന്നു. മോളെ, ഒരുപാട് വൈകിയല്ലേ? സാരമില്ല ഉമ്മ, ഞാനെന്തായാലും ക്ലാസ്സിന് പോകുന്നില്ല. എന്തോ പോലെ. ഡാ, ഞാൻ പോട്ടെ. ശരിയുമ്മ. ആ സൂക്ഷിച്ചു മോളെ. ഷാന അവിടെ നിന്ന് ഇറങ്ങി നടന്നു. എന്താ മോളെ, ക്ലാസ് കഴിഞ്ഞോ? ഇല്ലുമ്മ, ഞാൻ പോയില്ല. തസ്നിയുടെ അടുത്തായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വൈകി, അതാ കോളേജിൽ പോവാണ്ട് വന്നത്. നിനക്ക് എന്ത് പറ്റി? ഹേയ്, ഒന്നുമില്ലുമ്മ, തല വേദനിക്കുന്നത് പോലെ. ഞാൻ കുറച്ച് കിടക്കട്ടെ. ഉമ്മ കടുപ്പത്തിൽ കട്ടൻ ചായ ഇട്ട് തരട്ടെ, തലവേദന മാറും. വേണ്ടുമ്മ. അതും പറഞ്ഞവൾ റൂമിലോട്ട് നടന്നു. ബാഗ് ടേബിളിലോട്ട് എറിഞ്ഞ് ബെഡിൽ വന്ന് കിടന്നു. ആകപ്പാടെ ഒരു മൂകത. അറിയില്ല ഇഷ്ടമാണോ എന്ന്. മനസ്സിനോട് 1000 വട്ടം ചോദിച്ചു കാണും ഇവിടെ എത്തും വരെ. അറിയില്ല. പക്ഷേ അവൻ ദേഷ്യം കാട്ടിയപ്പോൾ സങ്കടം വരുന്നു. ഓരോന്ന് ചിന്തിച്ച് പാവം ഉറങ്ങിപ്പോയി. ദിനങ്ങൾ ഓരോന്നും കൊഴിഞ്ഞു പോയി. തസ്നി മുറിവുകളൊക്കെ ഉണങ്ങി വീണ്ടും കോളേജിലോട്ട് വരാൻ തുടങ്ങി. സനയുടെ ഉമ്മാക്ക് സുഖപ്പെട്ടു. പിന്നെ നമ്മുടെ സാറ് പോയി ചോദിച്ചുട്ടോ സനക്കുട്ടിയെ. എനിക്ക് മരിക്കുന്നതിന് മുമ്പ് മോളുടെ കല്യാണം നടത്തണം എന്നേ ഉള്ളൂ. ഉമ്മയുടെ നിർബന്ധത്തിനാലും അവരുടെ യോഗമായതിനാലും ആ ബന്ധം ഒത്തു. പെണ്ണ് കാണലും ഡേറ്റ് തീരുമാനിക്കലൊക്കെ പെട്ടെന്നായിരുന്നു. ഇപ്പോൾ സന ക്ലാസ്സിൽ പോവാറില്ല. കല്യാണം കഴിഞ്ഞ് പോവാന്ന് ഉപ്പയുടെ നിർബന്ധം. മൂപ്പർക്ക് അറിയാം മോളും മരുമോനും കിന്നിരിച്ച് നടക്കുമെന്ന്. ഷാനക്ക് കോളേജിൽ ഇപ്പോഴത്തെ കൂട്ട് തസ്നിയും ആയിഷയുമാണ്. ഇപ്പോൾ അധികം മിണ്ടാൻ നിൽക്കാറില്ല ഷാന അജുവിനോട്. അവൻ കുറ്റപ്പെടുത്തുമ്പോൾ എവിടെയൊക്കെയോ കൊള്ളുന്നുണ്ട് നമ്മുടെ മൊഞ്ചത്തിക്ക്. എവിടെയൊക്കെയോ പ്രണയം മുട്ടിട്ട് വരുന്നുണ്ടോ എന്നൊരു സംശയം. എന്താവുമെന്ന് നോക്കാം. അടുക്കളയിൽ പച്ചക്കറിയും അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കോളിംഗ് ബെല്ല് കേട്ടത്. ഷാന, ആ വാതിലൊന്ന് പോയി തുറക്ക്. ഉമ്മ, ഞാനിവിടെ പണിയെടുക്കുന്നത് കാണുന്നില്ലേ? എനിക്ക് പറ്റില്ല, നിങ്ങൾ പോയി തുറക്ക്. നിന്റെ സംസാരം കേട്ടാൽ തോന്നുമല്ലോ ഞാനിവിടെ കയ്യും കെട്ടി നിൽക്കാന്ന്. അയ്യോടാ, ഇവിടെ നിന്ന് ഡയലോഗ് അടിക്കാൻ നിന്ന് ആ ബെല്ലടിക്കുന്നവർ സ്വിച്ചും പറിച്ചെടുത്തോണ്ടെങ്ങ് പോരും. കയ്യൊക്കെ തട്ടം കൊണ്ട് തുടച്ചുകൊണ്ട് പോയി വാതിൽ തുറന്നു. അല്ലിതാര്, മണവാട്ടിയോ? സന ഒന്ന് ചിരിച്ചു. വാ, ഉള്ളിൽ കയറിയിരിക്ക്. നീ ഒറ്റയ്ക്കാണോ വന്നത്? അല്ല ഉമ്മ, സെമിയൊക്കെ ഉണ്ട്, ഫോണിൽ സംസാരിക്കുക. ഫോൺ കട്ട് ചെയ്ത് സമീർ അകത്ത് കടന്നു. സമീർ സനയുടെ ചേട്ടനാണ്. ഗൾഫിലായിരുന്നു. കല്യാണമൊക്കെ കൂടിയിട്ട് പോവാന്ന് കരുതി വന്നതാ. കെട്ടുപ്രായമായി. ബട്ട് മൂപ്പന് കെട്ടാനുള്ള പ്ലാനൊന്നുമില്ല. ഉമ്മ, സുഖാണോ? ആ മോനെ, അൽഹംദുലില്ലാ. മോനോ? സുഖം ഉമ്മ. അടുക്കളയിൽ നിന്ന് ഷാനയാണ്. ദാ വരുന്നു, നിങ്ങളിരിക്ക്. ഉമ്മാക്ക് പിന്നാലെ സനയും വന്നു. ഡി, അല്ലിതാരി, കല്യാണപ്പെണ്ണ് കല്യാണം വിളിക്കാൻ വന്നതാണോ? പൊടി. അതിനിടയിൽ ഉമ്മ അവർക്ക് കുടിക്കാനുള്ളതും ഉണ്ടാക്കി സനക്ക് കൊടുത്തു. ഡി, ഇതൊന്ന് കൊണ്ടുകൊടുത്തേ. ആർക്ക്? ഡി, സെമിക്ക് ഉണ്ട് എൻ്റെ കൂടെ. ആഹാ, മൂപ്പർ എപ്പോൾ ആൻറ്റി? മിനിഞ്ഞാന്ന്. നീ ഇപ്പോൾ ക്ലാസ്സിന് വരാത്തത് കൊണ്ട് ഒന്നും അറിയുന്നില്ല. പോവാൻ തന്നെ മടിയാ. അയ്യോടാ, അവളുടെ സംസാരം കേട്ടാൽ തോന്നും ഇല്ലെങ്കിൽ പോവാൻ ഉഷാറാണെന്ന്. മനുഷ്യൻ തള്ളിപ്പായ്ക്കുന്നത് കൊണ്ട് അവിടെ എത്തുന്നു. ഊഫ്, ഞാനിത് കൊടുത്തിട്ട് വരാം. സനയും അവളും സമീറിനടുത്തേക്ക് പോയി. അല്ലിതാരി, അറിയോ? കുടിക്കാനെടുത്തുകൊണ്ട് അവൾ ചോദിച്ചു. അറിയാതെ പിന്നെ ഭാഗ്യം. ഞാൻ കരുതി നിങ്ങൾ മറന്നു കാണൂന്ന്. എങ്ങനെ, സുഖാണോ? അൽഹംദുലില്ലാ. നിനക്ക് കാണുന്നില്ലേ? ഇതിൽ കൂടുതൽ എന്ത്? പെണ്ണുങ്ങൾക്ക് ചെക്കനായി, ഇങ്ങക്ക് പെണ്ണൊന്നും വേണ്ടേ? ഇങ്ങനെ പോയാൽ മൂക്കിൽ പള്ളി മുളക്കുമല്ലോ. ഹേയ്, ഒറ്റക്കുള്ള ജീവിതാസുഖം. ഇതാ പറയുന്നത് പോത്തിനോട് വേദമോതിയിട്ട് കാര്യമില്ലെന്ന്. എത്ര കാലം കഴിഞ്ഞാലും സ്വഭാവത്തിനൊരു മാറ്റവും ഇല്ല. ഡി, ഞങ്ങൾ ഇറങ്ങാം. അപ്പോൾ ഇൻഷാല്ല 25-ന് കല്യാണം. ഉമ്മ, ഷിനുവിനെയൊക്കെ കൂട്ടി തലേന്ന് വാ. ഉമ്മ, വാട്ടോ. ഇൻഷാല്ല, വരാം മോനെ. അപ്പോൾ ഓക്കെ, ഞങ്ങൾ ഇറങ്ങട്ടെ, വേറെയും പോവാനുണ്ട്. ആയിക്കോട്ടെ മോനെ, പോട്ടേടി. അവളൊന്ന് ചിരിച്ചു. സന പോവാന്ന് തലയാട്ടി വണ്ടിയിൽ കയറി. നിന്നെയും കെട്ടിക്കാനായി ഉമ്മയാണ്. അയ്യടാ, എന്തേ? അതിങ്ങളെ കെട്ടിയോൻ ഹാജാർ അഹമ്മദ് കുട്ടിയോട് പറഞ്ഞാൽ മതി കേട്ടോ. ഡി,
ഞാനിങ്ങനെ ഉമ്മാനെയും സ്നേഹിച്ച് ഇവിടെ ഇങ്ങനെ നിന്നോളാം. അത് നീ നിൻ്റെ ഉപ്പ ഹാജർ അഹമ്മദ് കുട്ടിയോട് പറഞ്ഞാൽ മതി കേട്ടോ. ഇങ്ങളെ കെട്ടിയോ വിളിക്കട്ടെ പറയാം. ഒന്ന് പോടി, നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും. നമ്മൾ പോണേ. അതും പറഞ്ഞവൾ അടുക്കളയിലോട്ട് നീങ്ങി. ഇന്ന് നമ്മുടെ സനക്കുട്ടിയുടെ കല്യാണമാണ്. അവിടെ പോകാനുള്ള ഒരുക്കത്തിലാണ് നമ്മളെ മൊഞ്ചത്തി ഷാന. ഉമ്മ, ഞാനിവിടെ വെച്ചിരുന്ന എൻ്റെ കമ്മലെവിടെ? ഉമ്മ, എന്താടി? ഞാൻ ചോദിച്ചത് നാട്ടുകാർ മൊത്തം കേട്ട് കാണുമല്ലോ. ഇങ്ങക്കെന്താ ചെവിയില്ലേ? അതോ അതവിടെ വെറുതെ വരച്ച് വെച്ചതാണോ? ദേശാന, രാവിലെ തന്നെ എൻ്റെ വായിന്ന് വല്ലതും കേൾക്കും. നിനക്കെന്താ വേണ്ടേ? ഞാൻ ടേബിളിന് മുകളിൽ വെച്ചിരുന്ന എൻ്റെ കമ്മൽ കാണുന്നില്ല. നിങ്ങൾ കണ്ടോന്നാണ് ചോദിച്ചത്. ഞാൻ കണ്ടില്ല. അവിടെ നിലത്തെവിടെയെങ്കിലും വീണ് കാണും. നേരെ നോക്ക്. ഇല്ല. അതുകൊണ്ടല്ലേ നിങ്ങളോട് ചോദിച്ചത്. എനിക്കറിയില്ല. ഉമ്മ ഓരോന്ന് പിറുപിറുത്ത് അടുക്കളയിലോട്ട് പോയി. ഒരു സാധനം വെച്ചെടുത്ത് കാണില്ല. ഷിനു, നീ കണ്ടോ? പാവം രണ്ട് കൈയും കൂപ്പി. ഞാൻ കണ്ടില്ല. ഇനി എൻ്റെ നെഞ്ചത്തോട്ട് കയറണ്ട. പോടാ. പാവം തപ്പി അവസാനം എവിടുന്നോ കിട്ടി. മൊത്തത്തിലൊന്ന് ഒരുങ്ങിക്കഴിയുമ്പോഴേക്കും പുറത്തുനിന്ന് നിർത്താതെയുള്ള ഹോണടി. അജുവും കൂട്ടരും. ഉമ്മ, ഞങ്ങളിറങ്ങാം. നിങ്ങൾ ഷിനുവിനെയും കൂട്ടി വാ. അധികം വൈകിക്കണ്ട. ഷാന നടന്നു വരുമ്പോൾ മുബി, ഇവൾക്ക് ഇത്രയും മുഞ്ചുണ്ടോ? അത് കേട്ട് തസ്നി അവൻ്റെ തലക്കിട്ടൊന്ന് കൂട്ടി. വെറുതെ പറഞ്ഞതാ. മറ്റുള്ളവർക്ക് ഇനി എത്ര മുഞ്ചുണ്ടായാലും എൻ്റെ മൊഞ്ചത്തി നീ തന്നെയാ തസ്നി. അയ്യടാ, സുഖിപ്പിക്കല്ലേ. കാര്യാടി. കാറിൽ കയറുന്നതിനിടയിൽ ഷാന, എന്ത് ഹോണടിയാടോ? മനുഷ്യൻ്റെ ചെവി പൊട്ടിയല്ലോ. അത് കേട്ട് മുബി, ഇവളിനി എത്ര മുഞ്ചായിട്ടും എന്താ സ്വഭാവം? കൂതറ തന്നെ. പോടാ. അത് സത്യമാണ് അജു. മതി സത്യപറച്ചിലൊക്കെ. വണ്ടി വിട്. വണ്ടി സനയുടെ വീട് ലക്ഷ്യമാക്കി നീങ്ങി. ലൈബ്രറിയിൽ ബുക്കും വായിച്ചിരിക്കുകയായിരുന്നു നമ്മളെ മൊഞ്ചത്തി ഷാന. വിളികേട്ട് മുഖമുയർത്തി നോക്കിയപ്പോൾ ഞെട്ടി. ഹാഷിർ, ഷാനയുടെ കസിൻ. ആളിച്ചിരി തല്ലിപ്പൊളിയാം. എന്തായാലും ഇനി ഇവനും ഉണ്ടാവും നമ്മളെ കഥയിൽ വില്ലനായിട്ട്. പിന്നാലുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചില്ലേ വീണ്ടും ഒരു മുഹബത്ത്? സാരമില്ല, എന്തായാലും നമുക്ക് നോക്കാം. അവനൊന്ന് ചിരിച്ചു. കോപ്പേ, ഈ എന്താ ഇവിടെ? കോളേജിൽ എല്ലാവരും എന്തിനാ വരുന്നത്? പഠിക്കാനല്ലേ? അയ്യടാ, പഠിക്കുന്ന ഒരാൾ. അല്ല, നീ എപ്പോൾ നാട്ടിലെത്തി? ഒരാഴ്ചയായി. ബാംഗ്ലൂരിലായിരുന്നു. അവിടെ ആയിരുന്നതിൻ്റെ കുരുത്തക്കേട് സ്വഭാവത്തിലുണ്ട്. അതൊക്കെ പിന്നീട് അങ്ങോട്ട് മനസ്സിലാവും. ഇപ്പോൾ കഥ പോട്ടെ. എന്നിട്ട് അറിഞ്ഞതേയില്ല. അതിന് ആരോടും പറഞ്ഞില്ല. ഞാൻ മാത്രം വന്നത്. അവിടെ എടുത്തു. ഉപ്പയോട് കാല് പിടിച്ച് പറഞ്ഞ് കയറിയതാ ഇങ്ങോട്ട്. പറച്ചിൽ കേട്ടാത്തൊന്നും സത്യമാന്ന്. കാര്യം അതൊന്നുമല്ല. പഹ്യനെ അവിടുന്ന് പുറത്താക്കിയതാ. കുരുത്തക്കേട് ഓവറായപ്പോൾ. ഇനിയിപ്പോൾ ഇവിടെ എന്തൊക്കെ നടക്കുമോ എന്തോ. ഇന്നാണോ കോളേജിൽ വന്നത്? അല്ല, 3-4 ദിവസമായി. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. ഈ മാനത്ത് നോക്കി നടന്നാൽ പിന്നെ കാണുമോ? പോടാ. അതൊക്കെ പോട്ടെ. മാമിക്കൊക്കെ സുഖമാണോ? സുഖം. ഈ ഇച്ചിരി തടിച്ച് സുന്ദരിയായല്ലോ. പോടാ. അതും പറഞ്ഞ് അവനെ ചെറുതായിട്ടൊന്ന് തള്ളി. നിൻ്റെ കോലം എന്താ? ഈ കുളിക്കാറൊന്നുമില്ലേ? മുടിയൊക്കെ എണീറ്റോടാൻ നിൽക്കണത് പോലെ. പൊടി. നിൻ്റെ സ്വഭാവത്തിനൊരു മാറ്റവും ഇല്ലല്ലോ. പണ്ട് പോകുമ്പോൾ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ. അല്ല, നീ അപ്പോൾ എവിടെയാ താമസം? ഉമ്മമാൻ്റെ അടുത്ത്. ഇത്രടയായിട്ടും നിനക്ക് മിണ്ടാൻ കഴിഞ്ഞില്ലല്ലോ ഹംകെ. പൊടി. ഓക്കെ, ഞാൻ പോവാം. ഇവനിങ്ങിൽ ഒന്നിച്ചു പോവാട്ടോ. വീട്ടിലോട്ട് ഞാനും വരുന്നു. ഗേറ്റിനടുത്ത് കാത്തു നിന്നാൽ മതി. ഹാഷി അവിടെ നിന്നിറങ്ങിയുടൻ നമ്മളെ ചക്കൻ കയറി വന്നു. ഷാന, ഇച്ചിരി കനത്തോടെ വിളിച്ചു. ആരാ അത്? ഏത്? കൊഞ്ചി കുഴയുന്നത് കണ്ടല്ലോ. ചെക്കൻ കലിപ്പിലാണ്. എന്തേ? പറ, ആരാ അത്? എൻ്റെ കസിൻ ഹാഷി. കസിനായാലും അധികം കൊഞ്ചലൊന്നും വേണ്ട. അതിനിപ്പോൾ എന്താ ഉണ്ടായേ? കുറേ കാലത്തിന് ശേഷം കണ്ടു, സംസാരിച്ചു. ഓക്കെ, ഇനി അധികം സംസാരിക്കണ്ട. അവൻ്റെ കോലവും സംസാരവും കണ്ടാലറിയാം തല്ലിപ്പൊളിയാണെന്ന്. മതിയജു, അവനെൻ്റെ കസിന, അല്ലാതെ പുറത്തു നിന്നുള്ളവരല്ല. ഒന്ന് സംസാരിച്ചതിന് ഇങ്ങനെ ദേഷ്യപ്പെടണോ? അവനെൻ്റെ ഫാമിലിയാണെന്നെങ്കിലും ചിന്തിക്ക്. ആരായാലും എനിക്കിഷ്ടമല്ല. മുഖത്തടിച്ചതുപോലെ പറഞ്ഞ് അജു അവിടെ നിന്നിറങ്ങി. പടച്ചോനെ, ഏത് നേരത്താണോ എനിക്ക് മിണ്ടാൻ തോന്നിയത്? നെറ്റിയിൽ കയ്യും വെച്ച് ഷാനായിരുന്നു. ഷാന, സനയാണ്. ക്ലാസ്സിൽ വരുന്നില്ലേ? ഇല്ലടാ. നീ പോയിക്കോ. എന്താടാ, എന്തു പറ്റി? ഒന്നുമില്ലടാ. ഓക്കെ. അതും പറഞ്ഞവൾ ക്ലാസ്സിലേക്ക് നടന്നു. ക്ലാസ്സും കഴിഞ്ഞ് ഷാനയും ഷാഹിയും ഒന്നിച്ച് വീട്ടിലോട്ട് കോളേജിൽ നിന്നിറങ്ങി. ഷാനയാണെങ്കിൽ പഹയൻ കാണരുതെന്നുള്ള പ്രാർത്ഥനയാണ്. പക്ഷേ പ്രാർത്ഥന ഏറ്റില്ല. നമ്മളെ ചെക്കൻ കണ്ടു രണ്ടും കൂടി പോവണത്. കണ്ടപ്പോൾ തന്നെ ചെക്കൻ പെരുവിരലിൽ നിന്ന് കയറി. കലിപ്പ്. ബൈക്കെടുത്ത് അവൾക്കടുത്തേക്ക് നീങ്ങി. ഒരു നോട്ടം നോക്കി വണ്ടി അങ്ങ് 100-ൽ ഓടിപ്പോയി. അത് കണ്ടപ്പോൾ തന്നെ ഷാനക്ക് മനസ്സിലായി ചെക്കന് കലിപ്പ് കൂടിയെന്ന്. പടച്ചോനെ കാത്തോണേ. ഹാഷി എന്തൊക്കെയോ വിശേഷങ്ങൾ പറയുന്നുണ്ടെങ്കിലും പെണ്ണിൻ്റെ മനസ്സ് എവിടെയോ ആണ്. എങ്ങനെയോ വീടെത്തി. അകത്ത് കയറി ഹാഷിയോട് ഇരിക്കാൻ പറഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു. ഉമ്മ എന്തോ പണിയിലാണ്. ഉമ്മ, ഹാഷി വന്നിട്ടുണ്ട്. ഹാഷിയോ? എപ്പോൾ? ഒരാഴ്ച എന്നാ പറഞ്ഞത്. എൻ്റെ കോളേജിലാണ്. ഞാൻ ഇന്നാ കണ്ടത്. നീ കുടിക്കാനെടുക്ക്. ഞാനൊന്ന് അപ്പുറത്തോട്ട് പോവട്ടെ. ഉമ്മ വരുന്നത് കണ്ടപ്പോൾ എണീറ്റ് നിന്ന്. എന്താ വിനയം അല്ലേ? സുഖമാണോ മോനെ? സുഖം, മോൾ പറഞ്ഞ് കുറച്ചായി വന്നിട്ടെന്ന്. വന്നപാടെ ഇച്ചിരി തിരിക്കായി. അതാ ഇങ്ങോട്ടൊന്നും ഇറങ്ങാഞ്ഞ്. സംസാരത്തിനിടയിൽ ഷാന കുടിക്കാനും കൊണ്ടുവന്നു. കുറച്ചുനേരം വിശേഷങ്ങൾ പറഞ്ഞ് ഹാഷി അവിടെ നിന്നിറങ്ങി. ഷാന റൂമിൽ പോയി കിടന്നു. മനസ്സാകപ്പാടെ എടങ്ങേറായി കിടക്കുക. അജുവിൻ്റെ ദേഷ്യം എന്താ റബ്ബ് ചെയ്യുക? ഹാഷിയോട് മിണ്ടാതിരിക്കാനും പറ്റില്ല, അജുവിനോട് വാശി പിടിക്കാനും പറ്റില്ല. എന്തായാലും നാളെ രണ്ടിലൊന്ന് തീരുമാനിക്കണം.
അജു കോളേജും വിട്ട് വന്ന് കിടന്നതാണ്, ഇതുവരെ എണീറ്റില്ല. ഇക്കാൻ്റെ ഭാവം കണ്ടപ്പോൾ പന്തികേട് തോന്നിയതുകൊണ്ട് അനു ഒന്നും ചോദിക്കാനും നിന്നില്ല. ഒരുപാട് വൈകിയപ്പോൾ ഉമ്മാൻ്റെ നിർബന്ധത്തിന് ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ അനു റൂമിലേക്ക് കയറി. അജു ഉറങ്ങിയിട്ടില്ല, എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടുന്നുണ്ട്. ഉമ്മ വിളിക്കുന്നു, വല്ലതും കഴിച്ച് കിടക്കാൻ. എനിക്കൊന്നും വേണ്ട. വന്നിട്ടൊന്നും കഴിച്ചില്ലല്ലോ, വന്ന് കഴിക്ക്. എനിക്ക് വേണ്ടെന്നല്ല പറഞ്ഞത്, കുറച്ച് കഴിക്കാം ഇക്ക. നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ, ഒന്ന് പോയേ ശല്യം. എന്തോ അത് പറഞ്ഞപ്പോൾ അനുവിൻ്റെ കണ്ണീരൊഴുകി കരഞ്ഞുകൊണ്ടവൾ റൂമിൽ നിന്നും പോയി. കുറച്ചു നേരത്തിന് ശേഷം അനു അനു സോറി, സാരമില്ലിക്ക, നിങ്ങൾ പട്ടിണി കിടക്കുന്നത് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് വിളിച്ചത്, അവൾ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു. അജു തല താഴ്ത്തി നിന്നു. പക്ഷേ ഇത്രയ്ക്ക് ദേഷ്യപ്പെടാൻ മാത്രം എന്ത് കഷ്ട ഉള്ളതെൻ്റെ ഇക്കാക്ക്. ഹേയ് ഒന്നുമില്ലടാ, അത് വെറുതെ. ഇക്കയുടെ മുഖമൊന്ന് മാറിയ ഈ അനുവിന് മനസ്സിലാവും. ഞാൻ ദേഷ്യത്തിലായിരുന്നു, സമ്മതിച്ചു. അത് വിട്ടേക്ക്, നീ വാ, നമുക്ക് കഴിക്കാം. ഇക്ക പറഞ്ഞിട്ട് വരാം. അനു, നീ വാശി പിടിക്കല്ലേ, സമയമാവുമ്പോൾ ഇക്ക എല്ലാം പറയാം. അവൾ എണീറ്റ് വന്നു. ഉമ്മ എല്ലാം എടുത്തു വെച്ചിട്ട് കാത്തു നിൽക്കുക. ഉമ്മ കഴിച്ചോ? ഇല്ല മോനെ, എൻ്റെ മോൻ പട്ടിണി കിടക്കുമ്പോൾ ഉമ്മാക്ക് ഇറങ്ങൂല. നിങ്ങളും ഇങ്ങനെ ബേജാറാക്കല്ലേ. എനിക്കൊന്നുമില്ല, ഞാൻ ഓക്കെയാം, വന്നിരിക്ക്. എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിച്ച് കിടന്നു. അജുവിന് ഉറക്കം വരുന്നില്ല. തിരിഞ്ഞു മറിഞ്ഞ് കിടന്ന് നേരം വിളിപ്പിച്ചു. അജു തസ്നിയും കൂട്ടരുടെ അടുത്തിരിക്കുന്നതിനിടയിലാണ് ഷാന വന്നത്. അജു, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അവൻ കേൾക്കാത്ത പോലെയായിരുന്നു. അജു, എനിക്ക് കുറച്ച് സംസാരിക്കണം. അതിനി പുതിയ ആളുണ്ടല്ലോ, പോയി കിന്നിരിക്ക്. നിങ്ങൾ രണ്ടാളും പിന്നെയും വഴക്ക് തുടങ്ങിയോ? തസ്നിയാണ്. അജു, എനിക്ക് സംസാരിക്കണം, വാടാ നമുക്ക് അങ്ങോട്ട് പോവാം. തസ്നി മറ്റുള്ളവരെയും കൂട്ടി മാറി നിന്നു. എന്താ പറയാനുള്ളത്? ദേഷ്യത്തിലാണോ? എനിക്കൊരു ദേഷ്യമില്ല. എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറ. ഞാൻ ആരോട് സംസാരിക്കുന്നതും അടുത്ത് പെരുമാറുന്നതും നിനക്കിഷ്ടപ്പെടുന്നില്ലല്ലേ? ഇതാണോ നിനക്ക് പറയാനുള്ളത്? ഉണ്ടോ ഇല്ലയോ അത് പറ. ഇല്ല, കാരണം ഷാൻ എനിക്കുള്ളതാ. മറ്റുള്ളവരോട് മിണ്ടുന്നതും അടുപ്പം കാണിക്കുന്നതും എനിക്കിഷ്ടമല്ല. സെൽഫിഷ്. നിൻ്റെ കാര്യത്തിൽ ഞാൻ എങ്ങനെയാ? നിനക്ക് നിൻ്റേത് നടന്നാൽ മതി. എനിക്ക് എൻ്റേതായ കാര്യങ്ങളുണ്ട്. എൻ്റെ സ്വഭാവം നിനക്കറിയാലോ. എന്നെക്കൊണ്ട് മിണ്ടാതിരിക്കാൻ പറ്റില്ല. കാര്യമില്ലാതെ മിണ്ടാതിരിക്കാനും എന്നെക്കൊണ്ട് പറ്റില്ല. ഹാഷ്യൻ്റെ കസിന, അവനോട് മിണ്ടാതിരിക്കാൻ അവൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്തിൻ്റെ പേരിലാണ് ഞാൻ മിണ്ടാതിരിക്കേണ്ടത്? ഞാൻ പറഞ്ഞത് ചെയ്യാൻ നിനക്ക് പറ്റുമോ? ബുദ്ധിമുട്ടാണ്. ഓക്കെ ബൈ. ഓക്കെ. ഒരാവേശത്തിന് വായിൽ കിട്ടിയതൊക്കെ പറഞ്ഞതാ പടച്ചോനെ, പണിയാവോ? അജു നിക്കജു. തസ്നിയാണ് അവനെ പിടിച്ചു നിർത്തി. എന്താടാ, എന്താ പ്രോബ്ലം? ഒരു പ്രോബ്ലം ഇല്ല, നീ വിട്ടെ. പറടാ. ഒന്നുമില്ലെന്നല്ല പറഞ്ഞത്. അവളെ തലയും താഴ്ത്തി നിന്നു. അജു വണ്ടിയെടുത്ത് എങ്ങോട്ടൊന്നില്ലാതെ പോയി. പോട്ടെ, അവൻ ദേഷ്യത്തില്ല, അതുകൊണ്ടാ. വിട്ടേക്ക്. മുബിയാണ്. അല്ലടാ, അവൻ പ്രോബ്ലം എന്താന്ന് പറഞ്ഞൂടെ? നമ്മൾ അവൻ്റെ ഫ്രണ്ട്സ് അല്ലേടാ. പോട്ടെ, വിട്ടേക്ക്. നീ ഷാനയോട് ചോദിക്ക്, അവൾ ചിലപ്പോൾ പറഞ്ഞാലോ. അവൾക്കടുത്തേക്ക് തസ്നി ചെന്നിരുന്നു. ഷാന മുഖം പൊത്തിപ്പിടിച്ച് തല താഴ്ത്തിയിരിക്കുക. എന്ത് പറ്റി? അവൻ എന്തിനാ ഇത്രയ്ക്ക് ദേഷ്യം? ഞാൻ എന്താ ചെയ്യേണ്ടത്? ആരോടും മിണ്ടാൻ പാടില്ല, അടുത്ത് സംസാരിക്കാൻ പാടില്ല. എന്നെക്കൊണ്ട് പറ്റില്ല വീർപ്പ് മുട്ടി ജീവിക്കാൻ. ഞാനിതുവരെ എങ്ങനാണോ അതുപോലെ എനിക്ക് പറ്റുള്ളൂ. അതവന് പറ്റില്ല. അതിൻ്റെ ദേഷ്യ ഇപ്പോൾ നിന്നോടും തീർത്തത്. സാരമില്ല, പോട്ടെ. അവരുടെ സംസാരത്തിനിടയിലാണ് ഹാഷി വന്നത്. ഹായ് ഷാനു, നീ ഇവിടെ ആയിരുന്നോ? ഞാൻ കുറേ നോക്കി, ക്ലാസ്സിൽ കണ്ടില്ല. എന്ത് പറ്റിയിടാ? മുഖമൊക്കെ മാറിയിരിക്കുന്നു. എന്തെങ്കിലും പ്രോബ്ലം? ഏയ് ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. അതും പറഞ്ഞവൻ അവൾക്കടുത്തിരുന്നു. ഒന്നുമില്ല. ഇല്ലെങ്കിൽ നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കേണ്ട കാര്യം എന്താ? അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. കുതറി മാറാൻ ശ്രമിച്ചെങ്കിലും പിന്നെയും പിടിച്ചപ്പോൾ പെണ്ണിന് കലിപ്പങ്ങ് കയറി. ഹഷി, വിട്. ഹേയ്, എന്തേ വിടാൻ? കൂൾ. ബാംഗ്ലൂരൊക്കെ ഇതൊക്കെ സാധാരണയാണ്. ഇതിലെന്ത് തെറ്റ്? നിന്നോട് വിടാനാ പറഞ്ഞത്. ഓക്കെ സോറി, ഞാൻ പോവാ. ബൈ. ബൈ ഓൾ. അതും പറഞ്ഞവൻ നടന്നു. പടച്ചോനെ, ഇനി അജു പറഞ്ഞതുപോലെ പഹയൻ തല്ലിപ്പൊളിയാണോ? അതെന്തേലും ആവട്ടെ, നീ വന്നേ. അവർ ഷാനയെയും ക്ലാസ്സിലോട്ട് പോയി. ഷാന റൂമിൻ്റെ കതക് മുട്ടുന്ന ശബ്ദം കേട്ട് എഴുന്നേറ്റ് വന്ന് വാതിൽ തുറന്നത്. അവളൊന്ന് ഞെട്ടി. ഹാഷിയാണ്. പടച്ചോനെ. കുരിപ്പ് പിന്നെയും വന്ന ചിരിച്ച പോലെ വരുത്തി ഷാന മുറിക്ക് പുറത്തിറങ്ങി. എന്ത് കിടത്താടോ ഇത്? എത്ര നേരമായി ഞാൻ വന്നിട്ട്? വെറുതെ കിടന്നതാ. എന്തായി, നിൻ്റെ പ്രോബ്ലമൊക്കെ തീർന്നോ? എന്നാ വാ, അപ്പുറത്തോട്ട് പോവാം. അതും പറഞ്ഞ് അവളെ ഷോൾഡറിൽ കൈവച്ചു. അവളൊന്ന് തറപ്പിച്ചു നോക്കി. കൈ തട്ടി മാറ്റി നടന്നു. പിന്നാലെ അവനും. നീ എന്തെടുക്കുമായിരുന്നടി? ഏത് നേരമായി? ഹാഷി വന്നിട്ട് ഉറങ്ങിപ്പോയി. നീ അവൻ്റെ കൂടെ ടൗണിൽ പോകുമെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ഷാന ഹാഷിയെ ഒന്ന് നോക്കി. എനിക്ക് വയ്യുമാ, നല്ല തലവേദന. അല്ലെങ്കിലും നിനക്ക് ടൗണിൽ പോകുന്നതിന് എന്തിനാ ഞാൻ? നീ ആണല്ലേ, നിനക്ക് പോയിക്കൂടെ? ആദ്യമായിട്ടായതുകൊണ്ടാ ഞാൻ. തലയും താഴ്ത്തിക്കൊണ്ടവൻ പറഞ്ഞു. നീ ഒരുങ്ങിയിട്ട് പോ, അവൻ കൊണ്ടുവിടും. വേറെ ആരുമല്ലല്ലോ. ഹാഷി അവളെ നോക്കിയൊന്ന് ചിരിച്ചു. കുരിപ്പിന് വരാങ്ങാണ്ട നേരം. പിറുപിറുത്തുകൊണ്ട് ഷാന റൂമിൽ പോയി ശക്തിയായി കതകടച്ചു. കുറച്ച് കഴിഞ്ഞ് ഷാന ഇറങ്ങി വന്നു. ഉമ്മ, ഞങ്ങൾ ഇറങ്ങട്ടെ? ഹാഷിയാണ്. നോക്കിയിട്ട് പോകണം. രണ്ടാളും പുറത്തിറങ്ങി. അല്ല, എങ്ങനെയാ പോകുന്നത്? ഇതല്ലേ ബൈക്ക്? ബൈക്കോ? എന്തേ? ഓട്ടോ ആണേൽ ഞാൻ വരാം. ഈ നേരത്തിന് ഓട്ടോ നോക്കി നിന്ന ഇനിയും വൈകും. വാ. അവൾ സീറ്റിന് അറ്റത്തോട്ടിരുന്നു. ഹാഷി വണ്ടിയെടുത്തതും അവൾ അവൻ്റെ ദേഹത്തോട്ട് ചാഞ്ഞു. ഹാഷി ചില്ലിൽ കൂടി നോക്കിയപ്പോൾ ഷാന കണ്ണുരുട്ടി.
വണ്ടി നീങ്ങി. നിനക്കെന്തിനാ എന്നോട് ദേഷ്യം? ഞാൻ നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ. അവൾ കേൾക്കാത്ത ഭാവത്തിലിരുന്നു. വണ്ടി മാളിന് മുമ്പിൽ പാർക്ക് ചെയ്ത് അകത്ത് കയറി. ഹാഷി ഡ്രസ്സ് നോക്കുന്നതിനിടയിൽ ഷാന എണീറ്റ് നടന്ന് ഓരോന്നും നോക്കിക്കൊണ്ട്. പെട്ടെന്നാണ് അവളുടെ കൈ വലിച്ചത്. അല്ലാഹ് അജു! അവൻ അവളുടെ കൈ പിന്നിലാക്കി അവനിലേക്ക് അടുപ്പിച്ച് പിടിച്ചു. അവൻ്റെ ഭാവം കണ്ടാലറിയാം ദേഷ്യം ഇതുവരെ തീർന്നിട്ടില്ലാന്ന്. അജു വിട് പ്ലീസ്, ആരെങ്കിലും കാണട്ടെ. അജു പ്ലീസ്, നീ എന്താ ഇവിടെ? അത് പിന്നെ അവൻ്റെ കൂടെയാണല്ലേ, ഞാൻ കണ്ടിരുന്നു വരുന്നത്, അതുകൊണ്ട് തന്നെയാ പിന്നാലെ വന്നത്. അജു പ്ലീസ് വിട്, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവനോട് അടുപ്പം വേണ്ടാന്ന്. എന്നിട്ട് അവൻ്റെ കൂടെ ചുറ്റാനിറങ്ങിയിരിക്കുന്നു. അവൾ തലതാഴ്ത്തി. ഹാഷി ഷാനയെ കാണാതെ 4 ഭാഗത്തും നോക്കി നടക്കുക. അജു പ്ലീസ്, നിന്നോട് എത്ര പറഞ്ഞാലും കേൾക്കില്ല, വാദിക്കാൻ നിൽക്കും. ഡാ! ഷാന വിളികെട്ട് ഞെട്ടി മാറിയതും ഹാഷി അജുവിനെ പൊതിരെ തല്ലി. അപ്പോഴേക്കും ആൾക്കാരൊക്കെ കൂടി ചിലർ ഹാഷിയെ പിടിച്ചു മാറ്റാൻ നോക്കി. ഹാഷി വേണ്ട, വിട്, ഹാഷി വിടാൻ. ഷാന വിളിച്ചു പറയാൻ എവിടെ കേൾക്കാൻ. അവസാനം സഹികിട്ട് ഷാന ഹാഷിയെ പിടിച്ച് വലിച്ചിട്ട് 2 എണ്ണം പൊട്ടിച്ചു. നിന്നോടല്ല പറഞ്ഞത് മതിയെന്ന്. അജുവിൻ്റെ വായിൽ നിന്നൊക്കെ ചോര വരുന്നുണ്ട്. ഷാനയ്ക്ക് എന്ത് പറയണമെന്നറിയില്ല. കൂടി നിന്നവരോടൊക്കെ അവൻ കയറി പിടിച്ചെന്ന് പറഞ്ഞു. പലരും എന്തൊക്കെയോ പറയുന്നു. പോലീസിൽ പിടിച്ചു കൊടുക്കണമെന്നൊക്കെ. ഷാനയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ കുഴഞ്ഞു. അജുവിനെ രക്ഷിക്കണം, ഇങ്ങനെ വിട്ടുപോയാൽ അവനെ പോലീസ് കൊണ്ടുപോകും. 2 കൽപ്പിച്ച് ഷാന പറഞ്ഞു. ഞാൻ വീണപ്പോൾ എഴുന്നേൽപ്പിച്ചതാണ്, അല്ലാതെ എന്നെ കയറിപ്പിടിച്ചതല്ല. പോലീസിനെ ഒന്ന് വിളിക്കണ്ടെന്ന് പറഞ്ഞൊപ്പിച്ച് ഹാഷിയും കൂട്ടി ഇറങ്ങി. വീടെത്തുവോളും ഹാഷിയും ഷാനയും ഒന്നും മിണ്ടുന്നില്ല. ഷാന റൂമിനകത്ത് കയറി കതകടച്ച് കിടന്നു. എന്തായി മോനെ, സാധനം വാങ്ങിയോ? ഞാൻ പോട്ടെ. ഇനിയിപ്പോൾ ഒരുപാട് വൈകിയില്ലേ മോൻ? നാളെ പോവാം. വേണ്ട ഉമ്മ, നാളെ പോവാം. ഉമ്മാമ്മയെ വിളിച്ച് പറ നാളെ വരുള്ളൂന്ന്. കമീന്ന് കിടന്ന് കരയാ പാവം. അവൻ തല്ലുന്നത് കണ്ടപ്പോൾ നെഞ്ചൊന്ന് പിടഞ്ഞു. ചോരയും പോയി. ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവും. പെട്ടെന്ന് ഹാഷി റൂമിൽ കയറി കതകടച്ചു. ഹാഷിയെ കണ്ട് ഷാന കണ്ണുനീർ തുടച്ചെണീറ്റു. ഹാഷി, നീ എന്തിനാ വാതിലടച്ചത്? പോ പുറത്ത്. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. ഹാഷി പോവാൻ. ഞാൻ ഉമ്മാനെ വിളിക്കും. വിളിക്ക്. ഹാഷി പോ. ഷാന ഉമ്മാനെ വിളിക്കാനോങ്ങിയതും അവൻ അവളുടെ വാ പൊത്തി. മിണ്ടിപ്പോയ കൊല്ലും. പറഞ്ഞില്ലെന്ന് വേണ്ട. കൈ തട്ടിമാറ്റാൻ ശ്രമിച്ചെങ്കിലും പറ്റിയില്ല. അവൻ അവളെ അടുത്തോട്ട് പിടിച്ചു. ഡി, നിന്റെ ഗതം എന്നെ വല്ലാണ്ട് മത്ത് പിടിപ്പിക്കുന്നു. നിന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ മോഹിച്ചതാ നിന്റെ ശരീരം. ഛേ! ഹാഷിയെ തള്ളിയിട്ട് പുറത്തോട്ട് ഓടാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും അവൻ പിടിച്ചു നിർത്തി. എന്താടി, അവൻ തൊട്ടപ്പോഴൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെ ഞാൻ തൊട്ടാലെന്താ? വെറുതെ വേണ്ട, പറയുന്നത് തരാം. അത് കേട്ടതും നമ്മളെ പെണ്ണിൻ്റെ കലിപ്പ് ഹൈ റേഞ്ചിലോട്ട് കയറി. അവനെ തള്ളിയിട്ട് കൊടുത്തു. കരണം നോക്കി. എന്തോ പല്ലകില്ലെന്നേ ഉള്ളൂ. അജ്ജാതി അടിയായിരുന്നു. ഡി, നാണമില്ല നിനക്ക് എന്നോടിങ്ങനെ പറയാൻ? ഒന്നുമില്ലേലും നിൻ്റെ പെങ്ങളല്ലേ. അറപ്പ് തോന്നുന്നു നിന്നോട്. പിന്നെ നീ നിൻ്റെ ബാംഗ്ലൂർ പലതരത്തിലുള്ള പെൺപിള്ളേരെയും കണ്ടിട്ടുണ്ടാവും എന്ന് കരുതി എന്നോട് അത്തരത്തിൽ പെരുമാറിയാൽ വിവരം അറിയും. പറഞ്ഞില്ലെന്ന് വേണ്ട. നീ ഒരു ചുക്കും ചെയ്യില്ല. അതും പറഞ്ഞവൻ കട്ടിലിൽ ഇരുന്നു. ഈ ഹാഷി ഒരുപാട് പെൺപിള്ളേരെ കണ്ടിട്ടുള്ളതാ. നിന്നേക്കാൾ വലിയ കൊമ്പത്തുള്ളവരെ വരെ വളച്ചനുഭവിച്ചിട്ടുണ്ട്. പിന്നെയല്ലേ നീ? നീ ഇത്രയ്ക്ക് ചീപ്പാണെന്ന് അറിഞ്ഞിരുന്നില്ല. പുറത്തു പോവാൻ. ഇപ്പോൾ ഞാൻ പോവും. ഒരിക്കൽ നിന്നെ എനിക്ക് കിട്ടും. അന്ന് ഞാൻ നിന്നെ നിർത്ത്. ഷാന ചെവിയും പൊത്തിപ്പിടിച്ച് പറഞ്ഞു. ഹാഷി ഇറങ്ങിയതും വാതിലടിച്ച് നിലം പടിഞ്ഞിരുന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല. അവൻ ഇങ്ങനെയൊക്കെ പെരുമാറുമെന്ന് കരുതിയതല്ല. അവൻ്റെ ഓരോ വാക്കും അവനോടുള്ള വെറുപ്പ് കൂട്ടി കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു. സർ ക്ലാസ് എടുക്കുന്നതിനിടയിലാണ് അജു പോകുന്നത് കണ്ടത്. ഷാന എണീറ്റ് നിന്നു. സർ, സാറിനടുത്ത് പോയി ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് പുറത്തിറങ്ങി. അജു നിൽക്ക്. അവളുടെ വിളി കാര്യമാക്കാതെ അജു നടന്നു. അവൾ അവനെ വലിച്ച് ലൈബ്രറിയിലോട്ട് കയറ്റി. ഷെൽഫിനിടയിൽ അവന് അഭിമുഖമായി നിന്നു. അജു സോറി. വിട് ഷാന, എനിക്ക് പോകണം. അജു, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് പ്ലീസ്. നീ അവന് ബാഡാണെന്ന് പറഞ്ഞപ്പോൾ ഞാനത്ര കാര്യമാക്കിയില്ല. പക്ഷേ ഇന്നലെ അവൻ എന്നോട്. ഷാനയുടെ വാക്കുകൾ മുറിഞ്ഞു. തല താഴ്ത്തി നിന്ന് കരഞ്ഞു. അത് കേട്ടതും അജു ഞെട്ടി. അവളുടെ മുഖം ഉയർത്തിപ്പിടിച്ചു. എന്താ ഉണ്ടായത്? നീ കരയാതെ കാര്യം പറയാൻ. അവൻ്റെ സ്വരം മാറി. ദേഷ്യം കത്തിക്കയറി. എന്നെ പറഞ്ഞു തീരുന്നതിന് മുമ്പ് കരഞ്ഞുകൊണ്ട് അവളവൻ്റെ നെഞ്ചിലോട്ട് ചാഞ്ഞു. അവളെ മാറ്റി നിർത്തി വേഗത്തിൽ പുറത്തേ കൂടി. പിന്നാലെ ഷാനയും. ഹാഷി ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അജു ക്ലാസ്സിൽ കയറി അവനെ തല്ലി താഴെയിട്ടു. നല്ല കിടുക്കൻ പഞ്ച് ഡയലോഗും അങ്ങ് വെച്ച് കാച്ചി. നീ ഓർത്തു വെക്കാൻ വേണ്ടി പറയാ. എന്നെ തല്ലിയ ഞാൻ സഹിക്കും എന്ന് കരുതി എൻ്റെ പെണ്ണിനോട് ചെറ്റത്തനം കാട്ടിയ കൊന്ന് കുഴിച്ചു മൂടും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഷാൻ എൻ്റേതാ. ഇനി നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ചെയ്യ്. ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. അതും പറഞ്ഞ് അജു ഷാനയുടെ കൈയും പിടിച്ച് പുറത്തിറങ്ങി. നീ പേടിക്കേണ്ട. അവനിനി നിന്നെ തൊട്ടാൽ ഞാൻ ആരാണെന്നവൻ അറിയും. നീ ക്ലാസ്സിൽ പൊക്കോ. ഇവനെയും ക്ലാസ് കഴിഞ്ഞ് ഒന്നിച്ചു പോവാം. അതും പറഞ്ഞ് മനസ്സിൽ പല കണക്ക് കൂട്ടലുമായി അജു നടന്നു നീങ്ങി.